ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അമ്മയെ കാണാൻ വേണ്ടി ദർശനത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന അമ്മയാണെങ്കിൽ മഹാലക്ഷ്മിയോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോളെന്താ ഇവിടെ വന്നത്, എന്തെങ്കിലും പ്രത്യേകം വഴിപാടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അമ്മയാണെങ്കിൽ. അപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ പറ്റിയൊരു കുഞ്ഞുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നതേയില്ല. ഒരമ്മയായിട്ടുള്ള സന്തോഷം പോലും എനിക്ക് അനുഭവിക്കാനുള്ള യോഗം ഇല്ലല്ലോ അമ്മേ എന്നുള്ളത് പറഞ്ഞിട്ട് മഹിയാണെങ്കിൽ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളുടെ അനുജത്തി കാരണമാണ് മോൾക്ക് ഇതൊക്കെ വന്നത്. എന്തായാലും ആ അനുജത്തിക്ക് ഒരു പണി തന്നെ അമ്മ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതൊന്നും ആലോചിച്ച് മോൾ പേടിക്കേണ്ട. അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അവളെ അധികം വേദനിപ്പിക്കൊന്നും വേണ്ട കേട്ടോ, അവൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനുജത്തി തന്നെയാണ് എന്നുള്ള രീതിയിൽ മഹി സംസാരിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, അതൊക്കെ അമ്മയ്ക്ക് അറിയാം, മോൾക്ക് അവളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അറിയാം. സ്വന്തം ചേച്ചിയുടെ കുഞ്ഞാണെന്ന് പോലും നോക്കാതെ ഈ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന അവളോട് ഒരു ഇതും കാണിക്കാൻ പാടില്ല മോള്. എന്തായാലും മോള് ചെല്ല്, യാതൊന്നും ആപത്തൊന്നും സംഭവിക്കില്ല, അമ്മ കൂടെ ഉണ്ട് എന്നൊക്കെ ആ അമ്മ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഓഫീസിലോട്ട് മഹാലക്ഷ്മി പോകുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ അധികാരം കാണിക്കാൻ വേണ്ടി ഉണ്ണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്, നിനക്ക് ഉള്ള ജോലി കളയണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ വേറൊന്നും നിനക്കിവിടെ നടക്കാൻ പോകുന്നില്ല. നിൻ്റെ കണ്ണേടിൻ്റെ സ്വത്തുക്കൾ മുഴുവനായിട്ട് ഇപ്പം അനുഭവിക്കാൻ ഞാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഡിവോഴ്സ് ആയാൽ പോലും ആ സ്വത്തുക്കളൊന്നും തിരിച്ചു കൊടുക്കാൻ പോകുന്നതേയില്ല. ഏതായാലും എൻ്റെ കയ്യൊപ്പില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവാനുള്ള സമയം ഇനി കുറച്ചുകൂടെ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്കിവിടെ നിന്ന് ജോലിയെടുക്കാം, അല്ലെങ്കിൽ നിനക്കിവിടെ നിന്ന് പോകാം. എന്തായാലും നിന്നെപ്പോലൊരാളെ എനിക്കിവിടെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം മഞ്ജുവിൻ്റെ ഇടയിലേക്ക് മഹാലക്ഷ്മി ആണെങ്കിൽ പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പം മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണി പുറത്തുണ്ടല്ലോ, എന്താ ഇങ്ങോട്ടേക്ക് വന്ന് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ. അപ്പം മഹാലക്ഷ്മിയോട് മഞ്ജു പറയുന്നുണ്ട്, ആ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഏട്ടത്തി, എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നിങ്ങളെയൊക്കെ ഓടിച്ചിട്ട് വേണം ഉണ്ണിയേട്ടനും കരുണേട്ടത്തിക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ, ഇവിടെ അവർക്ക് വേണം ഭരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അയാൾ എന്നെയും കൂടെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെയാണോ അവരുടെ കൂടെയാണോ എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും എൻ്റെ സ്വന്തം ഏട്ടനാണെങ്കിൽ പോലും സ്വത്ത് കണ്ട അയാൾ എന്നെയും കൊല്ലാൻ മടിക്കില്ല എന്നൊക്കെ ഉണ്ണിയെപ്പറ്റി മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഉണ്ണി വരുന്നതും ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞ് പുറത്താക്കുന്നതും മഹാലക്ഷ്മി തന്നെയാണ്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കരുണയ്ക്ക് വേണ്ട ആഹാരങ്ങളും പലഹാരങ്ങളൊക്കെ മുത്തശ്ശി തൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കരുണയ്ക്ക് കൊണ്ടുപോകാൻ കൊടുക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ടേക്ക് അടുക്കളയിലോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇതാർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കരുണമോൾക്കാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ മുത്തശ്ശിയാണെങ്കിൽ. മോഹിനിയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഉണ്ടാക്കിത്തരാം, അമ്മയ്ക്ക് എന്തായാലും വയ്യാത്തതല്ലേ, ഞാൻ എന്തായാലും ഉണ്ടാക്കിത്തരാം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, നീ ഉണ്ടാക്കൊന്നും വേണ്ട, അവൾക്ക് നീ ഉണ്ടാക്കിയതൊന്നും തന്നെ ഇഷ്ടമാവില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ മോഹിനിയോട് പറയുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പ്രതാപൻ വരുന്നത്. പ്രതാപൻ വരുന്ന സമയത്ത് എന്താ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല, ഞാൻ പിന്നെ കരുണയ്ക്ക് അമ്മ പലഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മോഹിനിയോട് നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, നീ എന്തിനാണ് സഹായിക്കുന്നത്, നീ നിൻ്റെ മൂത്ത മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ പലഹാരങ്ങളൊക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഏതോ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവളെ പറ്റിയിട്ട് നടക്കുക, ആ കുഞ്ഞിനാണെങ്കിൽ നീ എപ്പോൾ നോക്കിയാലും പലഹാരം ഉണ്ടാക്കി നടക്കുകയല്ലേ, നീ എന്തായാലും ആ കാര്യം നല്ലപോലെ ചെയ്താൽ മതി, എൻ്റെ മോൾക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിക്കോളും എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ പറയുന്നുണ്ട് മോഹിനിയെ അപമാനിച്ചിട്ടാണെങ്കിൽ. അങ്ങനെ മാർക്കോ ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോയോടാണെങ്കിൽ, എന്തായാലും എത്രയും പെട്ടെന്ന് തൻ്റെ രൂപം പുറത്ത് കാണിക്കണം, എന്തായാലും ലോപ്പസിനെയും കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി ചെയ്യണം, നമ്മുടെ കരുണയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ മാർക്കോയോട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ അതിൻ്റെ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കമലേശ്വരം വീട്ടിലെത്തുമ്പോൾ കരുണയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മുടെ മാർക്കോയെ കണ്ട് ഒന്ന് പുച്ഛിച്ചെങ്കിലും മാർക്കോ ആണെങ്കിൽ സ്വന്തം യൂണിഫോം ഇട്ട് ആ IPSൻ്റെ യൂണിഫോമിലായിരുന്നു വന്നിറങ്ങുന്നത് തന്നെ. പിന്നീട് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, മാർക്കോ ആരാണെന്ന സത്യം അവരപ്പോഴാണ് തിരിച്ചറിയുന്നത് തന്നെ, തൻ്റെ മാർക്കോ ഒരു പോലീസ് ഓഫീസറാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കൊച്ചുമോളെ നീ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ മാർക്കോയോട് ലോപ്പസോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലോപ്പസും മാർക്കോവും പറയുന്നുണ്ട്, കൊലക്കുറ്റത്തിനാണ്, മഹാലക്ഷ്മി തന്ന ഒരു ഇതിലാണ് ഞങ്ങൾ ഇവളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ. സ്വന്തം കുഞ്ഞിനെ ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല, തന്നെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല, തൻ്റെ പിന്നാലെ ഇപ്പോഴും ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി ഒരു കേസ്
തന്നിരുന്നു, അതുകൊണ്ടാണ് അന്വേഷിക്കാൻ വന്നത്. ഇപ്പോൾ നിങ്ങളുടെ മകളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്നൊക്കെ നമ്മുടെ മാർക്കോയും ലോപ്പസും പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ അനുജത്തിയെ കരുണയെ ജീപ്പിൽ കയറ്റി ജയിലിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹിയെ കണ്ടിട്ട് മാത്രമേ ഇനി നടപ്പുള്ളൂ കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കിയ പ്രതാപനാണെങ്കിൽ മഹിയുടെ അടുത്ത് എത്തിയിട്ട് കാല് പിടിക്കാൻ പോലും തയ്യാറാവുന്നുണ്ട്. അപ്പോൾ മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, താൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് തന്നോടും തൻ്റെ മകളോടും ഒരലിവും തോന്നില്ല, കാരണം എന്നെ അത്രയും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്. അവൾ ഇനി എപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന് ഈശ്വരൻ തീരുമാനിക്കും. ഇനി താൻ എൻ്റെ കാല് പിടിച്ചിട്ടോ ഒന്നും തന്നെ ഒരു കാര്യവുമില്ല, കാരണം അത്രയേറെ ഞാൻ നിങ്ങളെയൊക്കെ വെറുത്തു പോയിട്ടുണ്ട്. ഇനി താൻ ഇവിടെ നിന്ന് അധികം സമയം കളയേണ്ടെന്ന് പറഞ്ഞ മഹാലക്ഷ്മി ആണെങ്കിൽ പ്രതാപനെ അവിടുന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്.